ഇന്ന് നേന്ത്രപ്പഴം വെച്ചൊരു പുളിശ്ശേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കൂട്ടുകറി നമുക്ക് സദ്യക്ക് ഒരുക്കുമ്പോൾ ചെറിയൊരു സൈഡ് കറിയായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറി ആയിരിക്കും കേട്ടോ. ഇതെങ്ങനെ ചെയ്യുന്ന നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കാം കേട്ടോ. പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, ഇത് നമുക്ക് ഉടയ്ക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ചെറിയ കഷ്ണങ്ങളാകുമ്പോൾ വേഗം വേവും. നമുക്കിതുകൊണ്ട് വേവിക്കാൻ വെക്കാം കേട്ടോ. പഴം നമ്മൾ വേവിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം നല്ലൊരു കുറുവായിട്ടുള്ളൊരു കറിയായിരിക്കും കേട്ടോ. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി വേണം, നല്ല മഞ്ഞ കളർ ഉണ്ടായിരിക്കണം. അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് 1 ടീസ്പൂൺ ഇടാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഉപ്പ് ഒരു ചെറിയ ടീസ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 3 പീസ് ചെറിയ പീസ്, ഒരു ബെല്ലൊന്നും ഉണ്ടാവില്ല, ശർക്കര ഇടുന്നുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കട്ടെ. അടച്ചു വെക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അടച്ചു വെച്ച് വേവിക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. വെന്തിട്ട് നമുക്കിതൊന്ന് ഉടയ്ക്കണം കേട്ടോ. ഒന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് വെന്തോന്നൊക്കെ നോക്കാം കേട്ടോ. വെള്ളമൊക്കെ കുറവുണ്ടെങ്കിൽ ഗ്യാസൊക്കെ നല്ലോണം കുറച്ച് വയ്ക്കുക. ഉപ്പൊക്കെ വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ ഇട്ടൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ നോക്കാം. വെള്ളമൊക്കെ കഴിഞ്ഞിട്ട് മധുരം കുറവുണ്ടെങ്കിൽ മധുരത്തിലിട്ട് കൊടുക്കുക. ചിലർക്ക് നല്ല മാമ്പഴ പുളിശ്ശേരിയൊക്കെ വയ്ക്കുമ്പോൾ നല്ല മധുരത്തിലൊക്കെ കിട്ടണ്ടേ. അതുപോലെ തന്നെ ഇതിലും നമുക്ക് മധുരം വേണമെങ്കിൽ ഇത്തിരി കൂടെ ഇട്ട് കൊടുക്കാം. ഇത്തിരി കൂടെ ഉപ്പും വേണമെങ്കിൽ ഇത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ പാകത്തിനനുസരിച്ച് ഇത് ഈ സമയത്തൊന്ന് നോക്കാം കേട്ടോ. ഇതുകൊണ്ട് ഒരുവിധം ഉടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. വെന്തുണ്ട്, ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ കേട്ടോ. ഒന്ന് അരയ്ക്കാം. ഇതിലേക്ക് അരയ്ക്കാനായിട്ട് ഒരു 3 ടീസ്പൂൺ നാളികേരം എടുക്കുന്നുണ്ട് കേട്ടോ. 3 സ്പൂൺ നാളികേരവും ഇത്തിരി ജീരകവും കൂട്ടി നമുക്കിത് അരയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മോര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് മോര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിള വരുമ്പോൾ നമുക്ക് അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ടുള്ളൊരു കറിയാവും. അത് കൂട്ടുകറിയാണല്ലോ. ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തിള വരുമ്പോൾ നമുക്ക് നിർത്താം. എന്നിട്ട് കാച്ചി ഒഴിക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. ഈ സമയത്തൊക്കെ മധുരം ഉണ്ടോ, മധുരം കുറവുണ്ടോ എന്നൊക്കെ നോക്കുക. മധുരം കൂടുതൽ വേണ്ടവർക്ക് ഇത്തിരി കൂടെ കൂടുതലിടാം. അല്ലെങ്കിൽ ചെറിയൊരു അധികം വേണ്ടി വരില്ലല്ലോ. മധുരം ഇടുമ്പോൾ ഉപ്പും കൂടെ കുറച്ച് ഇടണം കേട്ടോ. എന്നാലാട്ടോ അത് രണ്ടും ബാലൻസ് ചെയ്ത് നിൽക്കണം കേട്ടോ. ഉപ്പ് മധുരം ഇടുന്നതിന് അനുസരിച്ചല്ല, ഉപ്പ് ഇത്തിരി കുറച്ച് ഇടുക കേട്ടോ. ഇനി നമുക്ക് താളിച്ചൊന്ന് കൊടുക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞിട്ടേ നമുക്ക് കടുക് പൊട്ടിക്കണം. തിളക്കട്ടെ കേട്ടോ നല്ലോണം. നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചട്ടി വെച്ചിട്ട് ചൂടാകുമ്പോൾ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് കടുക് പൊട്ടിക്കുക. എണ്ണ ചൂടാകുമ്പോൾ നമുക്കൊന്ന് കടുക് പൊട്ടിക്കട്ടോ. നമുക്ക് മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്ന ടൈമിലല്ലേ നമുക്ക് നല്ല പുളിശ്ശേരി വെക്കാൻ പറ്റാറുള്ളൂ. അപ്പോൾ മാമ്പഴം ഇല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെയും പഴം കൊണ്ടൊക്കെ ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ അത്. നമുക്ക് സദ്യയൊക്കെ ഒരുക്കുമ്പോൾ ഒരു മധുരക്കറി ഒരു എക്സ്ട്രാ വരുന്നത് നല്ലതാണല്ലോ. നല്ല ടേസ്റ്റല്ലേ അത്. അപ്പോൾ എല്ലാവരും ചെയ്തൊക്കെ നോക്കിയോളൂ കേട്ടോ. ചാനലൊക്കെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇപ്പോൾ ഓണം അല്ലെങ്കിൽ പിറന്നാൾ അങ്ങനെ ഓരോ വിശേഷങ്ങൾക്കൊക്കെ മധുരക്കറി നല്ലതാണല്ലോ. ഇപ്പം മാമ്പഴമൊക്കെ എല്ലാ ടൈമും കിട്ടുന്നതല്ലല്ലോ. പിന്നെ അത് അധികം പണിയില്ലാത്തൊരു കറിയാണ്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം.
ഇതെന്തെങ്കിലും വേറെ കറികളുടെയൊക്കെ കൂടിയാണ് ഇത് കൂടുതൽ ടേസ്റ്റ് വരിക. ഒറ്റയ്ക്ക് ഇത് കഴിക്കുമ്പോൾ എനിക്കത് അത്രയ്ക്ക് ഇതല്ല, പക്ഷെ ഒരു സദ്യക്ക് ഇത് നല്ലതായിരിക്കും. ഇത് കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി വേപ്പിലയും മുളകും കൂടി ഇടാം കേട്ടോ. മുളക് പൊടിച്ചത് നമുക്കിത് അടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. എല്ലാവരും ചെയ്ത് നോക്കിയോളൂ. ഒഴിച്ചു കൊടുക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.